കമ്മിറ്റിക്കകത്ത് കുത്തിമറിച്ച ആളാരാ? ഇവിടെ ഈ കൺവെൻഷനിൽ പങ്കെടുക്കുന്ന, ഞാൻ പരമസത്യമാണ് നിങ്ങളോട് ഞാൻ പറയുന്നത്, സ്വകാര്യമായിട്ട് വേണമെങ്കിൽ ഞാൻ ആളുടെ പേര് ഞങ്ങൾക്ക് പറഞ്ഞുതരാം. ഈ കൺവെൻഷനിൽ പങ്കെടുക്കുന്ന ഒരു മിടുക്കനായ ചെറുപ്പക്കാരൻ എന്നോട് പറഞ്ഞു, പൊന്നു ശശിയേട്ടാ, ജീവിതത്തിൽ ആദ്യമായി ഞാൻ കഞ്ചാവ് വലിച്ചത് DYFIയുടെ യൂത്ത് സെന്ററിൽ വെച്ചിട്ടാണ്. DYFI യൂത്ത് സെന്ററിൽ വെച്ചിട്ടാണ്. യൂത്ത് സെന്റർ പാലക്കാട് ജില്ലയിലെ DYFIയുടെ ജില്ലാ കമ്മിറ്റി ആഫീസാ. അത് തന്നത് സെക്രട്ടറിയാണ്. അതിന്റെ കൂട്ടത്തിൽ കള്ളും തന്നു. കള്ള് തന്നയാള് പ്രസിഡന്റുമായി. എന്തൊരു യോഗ്യതയാണ് ജനാധിപത്യ യുവജന പ്രസ്ഥാനത്തിന്! നേരിട്ട് പരാതി കൊടുത്തു. സാക്ഷി പുതുശ്ശേരിയിലെ കണ്ണാടിക്കാരൻ, പേര് പറയേണ്ടല്ല, പേര് ഞാൻ പറയുന്നില്ല, കണ്ണാടിക്കാരൻ നേരിട്ട് പരാതി കൊടുത്തു. ഞാൻ സാക്ഷിയാണ് ഈ കാര്യത്തിന്, ഈ സംഭവത്തിന് ഞാൻ സാക്ഷിയാണെന്ന് പറഞ്ഞു. നിങ്ങൾ നോക്ക്, ഇതൊക്കെ എവിടേക്കാ പോണത്? ഈ പ്രസ്ഥാനം എവിടേക്കാ പോകുന്നത്? ഏറ്റവും അപകടകരമായ ഒരവസ്ഥയിലേക്ക് ഈ പാർട്ടി പോകുമ്പോ നമ്മൾ അടങ്ങിയിരിക്കണോ? ഇതിനെതിരായി പ്രതികരിക്കണ്ടേ? ആ പ്രതികരണമാണ്, ആദ്യത്തെ പ്രതികരണമാണ് ഇവിടെ നടക്കുന്നത്. ഇതിനൊക്കെയുള്ള മറുപടി പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കിട്ടി. ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ ഞാനത് വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഇപ്പോ തൃത്താല 2 പഞ്ചായത്ത് ഒഴിച്ച് ബാക്കിയൊക്കെ പോയി, പട്ടാമ്പി 2 പഞ്ചായത്ത് ഒഴിച്ച് ബാക്കിയൊക്കെ പോയി, മുനിസിപ്പാലിറ്റി പോയി. നോക്കണം, ഷൊർണൂർ മണ്ഡലത്തിലെ ചെർപ്പളശ്ശേരി മൊത്തം പോയി. അത്ഭുതകരമായി കിട്ടി ചെർപ്പളശ്ശേരി മുനിസിപ്പാലിറ്റി. നെല്ലായ പോയി, കുലുക്കല്ലൂർ പോയി, വല്ലപ്പുഴ പോയി, അങ്ങനെ തുടങ്ങി. ചളവറ പോയി, പാറപ്പുറം, കണ്ണൂർ ജില്ലയിലെ പാറപ്പുറം കഴിഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ട പേരാണ് ചളവറ, ICPയുടെ നാട്. ആ ചളവറ പഞ്ചായത്ത് പോയി. നോക്കണം, മണ്ണാർക്കാട്ടേക്ക് കടന്നാൽ ഈ അറ്റം മുതൽ ആ അറ്റം വരെ തരിപ്പണമാക്കി, നിരപ്പാക്കി. നാട്ടുകാർ തീരുമാനിച്ചു ഇത് ജയിക്കണ്ട. കയ്യിലുണ്ടായിരുന്ന കരിമ്പ, കാരാകുറിശി, തച്ചമ്പാറ, കാഞ്ഞിരപ്പുഴ 4 പഞ്ചായത്ത് ഒരുമിച്ച് പോയി. ആ 4 പഞ്ചായത്ത് ഒരുമിച്ച് പോയതോടുകൂടി ഈ വരാൻ പോകുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിൽ കോങ്ങാടിന്റെ കാര്യം തീരുമാനമായി. ഞാൻ ഉള്ളത് പറഞ്ഞാൽ കോങ്ങാടിന്റെ കാര്യം ഇപ്പൊ തീരുമാനമായി. മണ്ണാർക്കാട് പിന്നെ പണ്ടും പ്രതീക്ഷയില്ല. അലനല്ലൂർ ഉണ്ടായിരുന്ന സീറ്റ് പോയിട്ട് ഇപ്പൊ 3 സീറ്റായിട്ട് മാറി. കോട്ടപ്പാടം തകർന്നു, എല്ലാം പോയി. അത്ഭുതകരമായിട്ട് എങ്ങനെയോ ഈ കുമരമുത്തൂരിൽ സീറ്റ് കിട്ടിയപ്പോൾ അയിമ്മലപ്പോൾ പിടിച്ചു നിന്നിട്ടാണ് പിന്നെ ഈ അവിടെ ഏതൊരു തൊള്ളപ്പാടം, അങ്ങനെ ഒരു തൊള്ള പറയുന്ന ഒരുത്തനുണ്ട് അവൻ. ഇതൊക്കെയാണ്. ഇവരൊക്കെ കൂടി CPMന്റെ വിവിധ കമ്മിറ്റികളിൽ കയറി. കഞ്ചാവ് വലിക്കാരൻ ഉയർന്ന നേതാവായി. പിന്നെ എറണാകുളത്ത് നിന്നൊരു സത്വം വന്നിട്ടുണ്ട്. ഓൻ എങ്ങനെയാന്ന് വെച്ചാൽ ഫുള്ളായിട്ട് കഞ്ചാവ് അടിക്കും. ഇങ്ങനെ നിവർന്ന് നിൽക്കില്ല, അടുത്ത് നിൽക്കുന്ന ആളുടെ മേലിൽ ചാരിയിട്ട് നിൽക്കുക. കാരണം എപ്പോഴാ വീഴെന്ന് പറയാൻ പറ്റില്ല. കണ്ടില്ലേ, ഫോട്ടോ കണ്ടില്ലേ, ചാരി നിന്നിട്ടാവും എൻ്റെ പ്രസംഗം. ഈ ധിക്കാരവും കൊലവിളിയും ഒക്കെ നടത്തുന്ന ആളുകൾ ഒരു കാര്യം മനസ്സിലാക്കണം. ഞങ്ങൾക്കെതിരായി പറയുമ്പോൾ ഞങ്ങളൊക്കെ ജീവിക്കുന്നത് ഞങ്ങളുടെ തടിമിടുക്കിന്റെ പവർ കൊണ്ടല്ല, ഞങ്ങളെയൊക്കെ ജീവനെ പോലെ സ്നേഹിക്കുന്ന, ഞങ്ങൾക്കൊക്കെ രക്ഷാകവചമൊരുക്കാൻ ശേഷിയുള്ള 100 കണക്കിന് വരുന്ന സഖാക്കളുണ്ട് എന്ന് മനസ്സിലാക്കുന്നത് നിങ്ങളുടെ ആരോഗ്യത്തിന് നല്ലതാണ്. ആരോഗ്യം മെച്ചപ്പെടാൻ ബലാരിഷ്ടം കഴിക്കണ്ട. ഇത് മനസ്സിലാക്കിയില്ലെങ്കിലോ ബലാകുളിച്ചാൽ ഈ എണ്ണട്ടിട്ട് ആഴ്ചകളോളം കിടക്കേണ്ടി വരും കേട്ടാ. ബലാകുളിച്ചാൽ ഈ എണ്ണട്ടിട്ട് ആഴ്ചകളോളം നിങ്ങൾക്ക് ചികിത്സിക്കേണ്ടി വരും. ഭീഷണി ഒന്നും ഇങ്ങോട്ടെടുക്കല്ലേ. എത്ര കാലായടോ ഈ പണിയായിട്ട് നടക്കാൻ തുടങ്ങിയിട്ട്? നിങ്ങളെന്താ ധരിച്ച്? വർഷങ്ങൾ എത്രയായി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഈ ചെങ്കൊടിയായിട്ട് ഞങ്ങൾ നടക്കാൻ തുടങ്ങിയിട്ട്? ശത്രുക്കളുമായി ഏറ്റുമുട്ടിയിട്ടാ നിന്ന്, ആത്മാഭിമാനം പണയപ്പെടുത്തിയിട്ടില്ല. ഞങ്ങളെല്ലാം അങ്ങനെയാ. എന്നിട്ട് ഇപ്പൊ വന്നിട്ട് കാണിച്ചു തരാം, ശരിപ്പെടുത്തി തരാൻ ഞങ്ങളെങ്ങനെ നിന്ന് തരിക? നിങ്ങൾക്ക് ആ തോന്നലൊക്കെ അവിടെ മനസ്സിൽ വെച്ചാൽ മതി.